നമസ്കാരം. നമസ്കാരം. പേര് എൻ്റെ പേര് മനോജ്. കുണിഞ്ഞിക്കരയിലാണ് താമസിക്കുന്നത്. പുറപ്പുഴ വില്ലേജ് അല്ലേ? പുറപ്പുഴ വില്ലേജ്, കുണിഞ്ഞിക്കരയിൽ. ഓക്കെ. എന്താ ഈ നാടിൻ്റെ പ്രശ്നം? ഈ നാട്ടിൽ കുറച്ച് നാളുകളായിട്ട് ഒരു പാറമട തുടങ്ങുന്നതിൻ്റെയുള്ള ഭാഗമായിട്ട് നടക്കുകയാണ്. അതിനെതിരെയുള്ള ചെറിയൊരു സമര പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കും. നമസ്കാരം. പേരെങ്ങനെയാ? വീട്ടുപേര്? വെള്ളാക്കലല്ലേ? പ്രശ്നമെന്ന് ഇപ്പോൾ ഈ പാറമട വന്നു കഴിഞ്ഞാൽ കുണിക്ക് മൊത്തം ദോഷമായിരുന്നു. ഒന്നാമത് ഈ ഇത് ചെരിവ് സ്ഥലത്തിൻ്റെ നടുഭാഗത്തു നിന്നാണ് പൊട്ടിച്ച് കയറുന്നത്. ഇനി തുരന്ന് കയറുന്ന പോലെ കയറി പോവുക. അപ്പം മൊത്തം ഇതാണ്. നമ്മുടെ വീടൊക്കെ പോകും. പുതിയതായിട്ട് പണിത വീടാണ്. ചുറ്റുംപുറമുള്ള എല്ലാ വീടുകളും പുതിയതാണ്. ചേട്ടൻ്റെ വാർഡ് ഏതാ? 10ാം വാർഡിലാണ് ഇത് പൊട്ടിയത് പോകുന്നത്. എന്താ കൃഷിയൊക്കെ ഉള്ളത്? റബ്ബറുണ്ട്, എല്ലാ കൂട്ടരും കൃഷികളുണ്ട്. തെങ്ങുണ്ട്. ഷിബു. എന്താ ഏട്ടാ? അല്ല, നമ്മുടെ തൊട്ടടുത്താണിത്. അപ്പോൾ ഇവിടെ നേരത്തെ പൊടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വീടുമൊക്കെ അവിടെ വിണ്ട് കയറിയതായിരുന്നു. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് പൊടികളുമൊക്കെ ആയിട്ട്. കാരണം നമുക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാകും പാറമട വന്നു കഴിഞ്ഞാൽ. കൃഷി കാര്യങ്ങളൊക്കെ റബ്ബറും മറ്റെല്ലാ കൃഷികളുമുണ്ട്. പക്ഷേ അതെല്ലാം നമുക്ക് ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരും. ഈ പാറമടയാകാൻ പോകുന്ന ഈ സ്ഥലത്തോട് ചേർന്ന് തന്നെയാണോ? അതിന് ഒരു 200 മീറ്റർ വ്യത്യാസമുണ്ട്. ചേട്ടാ നമസ്കാരം. പേര് ചേട്ടാ? എൻ്റെ പേര് ജോയിസ്. വീട്ടുപേര്? പഴയപുരി. വാർഡ് 11. ഈ പാറമടയോട് തൊട്ട് ചേർന്ന് തന്നെ താമസിക്കുന്ന വ്യക്തിയാണ്. അതായത് 11ഉം 10ഉം ഒരു റോഡാണ് ഞങ്ങൾ ഈ വാർഡ് തമ്മിലുള്ള അതിര്. ആ റോഡിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് എൻ്റെ വീട്. ഇതിനു മുമ്പ് ഇവിടെ പാറമട ഉണ്ടായിരുന്ന സമയത്ത്, പ്രവർത്തന സമയത്ത് ഒരു 1.5 മാസം കാലം ഇത് പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ച സമയത്ത് എൻ്റെ വീടിന് ഭിത്തിയിലെല്ലാം ഒത്തിരി വിള്ളലുകളെല്ലാം ഉണ്ടായിട്ടുള്ളതാണ്. അതെല്ലാം വീട് ഇന്ന് അക്കാലത്ത് TV ചാനലുകളുടെ വാർത്താ ചാനലുകളെല്ലാം അത് കാണിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ പാറമട വന്നാൽ നമുക്കതുകൊണ്ട് ഉണ്ടാകുന്നത്. എന്താ കൃഷിയൊക്കെ ഉള്ളത്? എനിക്ക് ചില റബ്ബറൊക്കെ ഉള്ളൂ. പാറമടയുടെ ചെരുവിൽ തന്നെയാണ് താമസിക്കുന്നത്? അതെ. പാറമട തൊട്ടിയായിരുന്നു. ഒരു 150 മീറ്റർ ഇല്ല, 120 മീറ്റർ അതിൽ താഴെ ഉള്ളൂ. അപ്പോൾ ഈ പാറമടയിലേക്ക് മൺവഴി വെട്ടി ഇടയ്ക്ക് തെളിച്ചിട്ടുണ്ടല്ലേ? അതെ. ഈയിടെ അവർ ഒരു സ്ഥലം തൊട്ടി ചേർന്നുള്ള സ്ഥലം തന്നെ വാങ്ങിച്ചു. ഒരിടം വാങ്ങിച്ചിട്ട് അവിടുന്ന് റോഡ് പുതിയതായിട്ട് നിർമ്മിച്ചാണ് ഈ പാറമട സ്ഥിതി ചെയ്യുന്ന പറമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. എന്നത്തന്നെ തുടങ്ങാൻ പോകുന്നത് അങ്ങനെ വല്ലതും? അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ അതുകൊണ്ട് പൂർത്തിയായി വരികയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ. മോനെ നമസ്കാരം. ഒരു ചെറുപ്പക്കാരൻ പയ്യനെ കണ്ടു. അതെ. അപ്പം വിദേശത്തേക്കൊന്നും പോകുന്നില്ലേ? വിദേശത്ത് പോകാണ്ട് ഇവിടെ നിൽക്കാൻ നോക്കിയതാണ്. പക്ഷേ പാറമടക്കാർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. നാട്ടിൽ തന്നെ നിൽക്കാനാണോ ഇഷ്ടം? നാട്ടിൽ നിൽക്കാനായിരുന്നു. കാരണം പോകാനാണോ ഇഷ്ടം? വയസ്സായ പേരൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കാൻ തന്നെയായിരുന്നു താല്പര്യം. എന്താ പഠിച്ചേ? ഞാൻ ബിടെക് പഠിച്ചതാണ്. ബിടെക്. IT-യിൽ ജോലി ചെയ്യുന്നു. അതെ. അപ്പോൾ ഇവിടെ ഒരു പാറമട ഇപ്പോൾ തുടങ്ങാനുള്ള എല്ലാ അനുമതികളെല്ലാം ആയിട്ടുണ്ട്. ഒരുമാതിരി ഇനിയിപ്പോൾ NOC ആണ് കളക്ടറേറ്റിൻ്റെ അവിടെ നിന്ന് കിട്ടാനുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു 1700-1800 അടി ഉയരമുള്ള വലിയ മലയാണ്. ഇതിലൊരു 60-70 ഡിഗ്രി ചെരിവ് ഉള്ള മലയാണ്. അപ്പോൾ അതിൻ്റെ നടുഭാഗം വെച്ചിട്ടാണ് ഇവരിത് പൊട്ടിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വഴികളുണ്ട്, വീടുകളുണ്ട്, ചുറ്റുവട്ടത്തും വീടുകളുണ്ട്. അപ്പോൾ ഈ 2012 നമ്മൾ പൊട്ടിക്കുമ്പോൾ ഈ ചുറ്റുവട്ടത്തുള്ള വീടുകൾ മുഴുവൻ വിണ്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ശക്തമായിട്ട് ഇത് പ്രതിഷേധ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ അന്ന് ഈ വിണ്ട് കയറി പോയി നമ്മൾ അത് സ്റ്റേഷനിൽ പരാതി വല്ലതും പോയിട്ടുണ്ടോ? പോലീസുകാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പരാതികളായിട്ട് പോയിട്ടില്ലെങ്കിലും ഇതെല്ലാം റെക്കോർഡിക്കലി, അതായത് ന്യൂസുകളെല്ലാം കവർ ചെയ്തതാണ്. അന്ന് മനോരമ ന്യൂസിൻ്റെ അവിഷനെല്ലാം അന്ന് ഇവിടെ വന്ന് കവർ ചെയ്തതാണ്. അതിൻ്റെ റെക്കോർഡിങ് നമ്മുടെ കയ്യിലുണ്ട്, വിണ്ട് കയറിയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇവരിപ്പം വീണ്ടും പൊട്ടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് നിൽക്കുന്നു. ഇതിപ്പോൾ ഓറഞ്ച് സോണിൽപ്പെട്ട ഭൂമിയാണ്. ഇതിൻ്റെ മുകളിൽ ഉരുളൻകല്ലുകളുണ്ട്, 60-70 ഡിഗ്രി ചെരുവുണ്ട്, ഉരുള് പൊട്ടിയ സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഒരു 400-500 മീറ്റർ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ ഉരുളൻകല്ലുകൾ നിരന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് പാറമട ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സ്ഥലമാണ്. അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്? നമ്മുടെ ഇവിടെ നിന്ന് 100 മീറ്റർ ദൂരമേ ഉള്ളൂ. പക്ഷേ 5 മീറ്റർ പോലും ഇല്ല നമ്മുടെ സ്ഥലത്തിലേക്കുള്ള ദൂരം. അപ്പോൾ നമുക്ക് ഈ പറമ്പുകളിലൊന്നും പണിയെടുക്കാനോ നമുക്കൊരു വീട് വെക്കാനോ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും പറ്റിയല്ല. കൃഷിയാണ്. അപ്പോൾ പ്രധാനമായിട്ട് റബ്ബർ, തെങ്ങ്, പിന്നെ ഇതെല്ലാം, ബാക്കിയെല്ലാം ചെറിയ ചെറിയ കൃഷികളെല്ലാം ഉണ്ട്. അതെ.